ഒമാനിലെ ഇന്ത്യൻ സമൂഹം 80ാം സ്വാതന്ത്ര്യദിനം വിപുലമായി ആഘോഷിച്ചു. സൗഹൃദ രാഷ്ട്രമായ ഇന്ത്യ കൂടുതൽ പുരോഗതിയിലേക്കും നേട്ടങ്ങളിലേക്കും കുതിക്കട്ടെ. ഇന്ത്യക്ക് സ്വാതന്ത്ര്യദിനാശംസകൾ നേർന്ന് ഒമാൻ സുൽത്താൻ ഹൈത്തം ബിൻ താരിഖ്. റാസ് മദ്രക്ക തീരത്തെ എണ്ണച്ചോർച്ച, പ്രതിരോധ നടപടികൾ ശക്തമാക്കി. ഒമാനിൽ നിന്നുള്ള പ്രധാന വാർത്തകളുമായി ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ തുടങ്ങുന്നു. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ brought to you by ഷാഹി ഫുഡ്സ് ആൻഡ് സ്പൈസസ്, powered by പുരുഷോത്തം കഞ്ചി എക്സ്ചേഞ്ച്. ഒമാനിലെ ഇന്ത്യൻ സമൂഹം ഇന്ത്യയുടെ 80ാം സ്വാതന്ത്ര്യദിനം വിപുലമായി ആഘോഷിച്ചു. മസ്കത്തിലെ ഇന്ത്യൻ എംബസിയിൽ നടന്ന പ്രത്യേക ചടങ്ങിൽ ഒമാനിലെ ഇന്ത്യൻ അംബാസിഡർ പ്രശാന്ത് പിസെ ദേശീയ പതാക ഉയർത്തി. വ്യവസായികൾ ഉൾപ്പെടെയുള്ള ഇന്ത്യൻ പൗരപ്രമുഖരുടെ സാന്നിധ്യത്തിലായിരുന്നു എംബസിയുടെ സ്വാതന്ത്ര്യദിന ആഘോഷം. ചടങ്ങുകളുടെ ഭാഗമായി വിവിധ പരിപാടികളും അരങ്ങേറി. ഒമാനിലെ ഇന്ത്യൻ പ്രവാസി സമൂഹത്തിന്റെ ശക്തമായ സാന്നിധ്യവും ഇന്ത്യയും ഒമാനും തമ്മിലുള്ള ദീർഘകാല ബന്ധവും ചടങ്ങിൽ പ്രതിഫലിച്ചു. ഇന്ത്യയുടെ 80ാം സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് ഇന്ത്യൻ രാഷ്ട്രപതി ദ്രൗപദി മുർമുവിനും ഇന്ത്യൻ ജനതയ്ക്കും ഒമാൻ ഭരണാധികാരി സുൽത്താൻ ഹൈത്തം ബിൻ താരിഖ് ഹൃദയം നിറഞ്ഞ ആശംസകൾ നേർന്നു. സൗഹൃദ രാഷ്ട്രമായ ഇന്ത്യ കൂടുതൽ പുരോഗതിയിലേക്കും നേട്ടങ്ങളിലേക്കും കുതിക്കട്ടെയെന്ന് അദ്ദേഹം പ്രത്യാശ പ്രകടിപ്പിച്ചു. ഇന്ത്യയും ഒമാനും തമ്മിൽ നിലനിൽക്കുന്ന ദീർഘകാല സഹകരണവും പങ്കാളിത്തവും വിവിധ മേഖലകളിൽ കൂടുതൽ ശക്തിപ്പെടാനും വികസിക്കാനും ഈ അവസരം കാരണമാകട്ടെയെന്ന് ആശംസിച്ച സുൽത്താൻ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധം ദൃഢമാകുന്നത് ഇരു രാജ്യങ്ങളിലെയും ജനങ്ങളുടെ പരസ്പര താൽപര്യങ്ങൾക്കും വികസനത്തിനും കൂടുതൽ സഹായകരമാകുമെന്നും തന്റെ ആശംസാ സന്ദേശത്തിൽ വ്യക്തമാക്കി. ദുഃഖമിലെ റാസ് മദ്രക്ക തീരപ്രദേശങ്ങളിൽ കപ്പൽ അപകടത്തെ തുടർന്നുണ്ടായ കനത്ത എണ്ണ മലിനീകരണത്തിന്റെ പശ്ചാത്തലത്തിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി ഒമാൻ ഭരണകൂടം. ഇതിന്റെ ഭാഗമായി സിവിൽ ഡിഫൻസ് ആൻഡ് ആംബുലൻസ് അതോറിറ്റിയും പരിസ്ഥിതി അതോറിറ്റിയും സംയുക്തമായി ദുരന്തബാധിത തീരങ്ങളിൽ അടിയന്തര ഫീൽഡ് സന്ദർശനം നടത്തി സ്ഥിതിഗതികൾ വിലയിരുത്തി. നാഷണൽ എമർജൻസി മാനേജ്മെന്റ് കമ്മിറ്റിക്ക് കീഴിലെ ഹസാഡസ് മെറ്റീരിയൽസ് ഹാൻഡ്ലിംഗ് വിഭാഗം തലവനും സിവിൽ ഡിഫൻസ് മേധാവിയുമായ മേജർ ജനറൽ സുലൈമാൻ ബിൻ അലി അൽ ഹുസൈനി, പരിസ്ഥിതി അതോറിറ്റി ചെയർമാൻ ഡോക്ടർ അബ്ദുള്ള ബിൻ അലി അൽ അംറി എന്നിവരാണ് നേരിട്ടെത്തി നിലവിലെ ശുചീകരണ പ്രവർത്തനങ്ങളും തുടർ നടപടികളും അവലോകനം ചെയ്തത്. ഒമാൻ അപ്ഡേറ്റ്സ് പൂർണ്ണമാകുന്നു. പ്രവാസ ലോകത്തെ പുത്തൻ വാർത്തകൾ അറിയാൻ ഗൾഫ് മാധ്യമത്തിന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ സന്ദർശിക്കൂ. ഗൾഫ് അപ്ഡേറ്റ്സ് നിങ്ങളുടെ വാട്സാപ്പിൽ ലഭിക്കുന്നതിന് നിങ്ങളുടെ പേരും സ്ഥലവും 96201150 എന്ന നമ്പറിലേക്ക് വാട്സാപ്പ് മെസ്സേജ് അയക്കൂ. ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ brought to you by ഷാഹി ഫുഡ്സ് ആൻഡ് സ്പൈസസ്, powered by പുരുഷോത്തം കഞ്ചി എക്സ്ചേഞ്ച്.